ദൈവത്തിന് മഹത്വം. യേശുവിന് വേണ്ടി മരിക്കാനും തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച പത്രോസ് ഒരു ബാല്യക്കാരത്തി പെൺകുട്ടിയുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒന്നല്ല 3 വട്ടം യേശുവിനെ തള്ളിപ്പറഞ്ഞു. അപ്പോൾ അലാറമടിക്കുന്നത് പോലെ കോഴി 3 വട്ടം കൂകി നിർത്തി. ഇന്ന് കോഴി കൂകും മുമ്പ് 3 വട്ടം നീ എന്നെ തള്ളിപ്പറയുമെന്ന യേശു പറഞ്ഞ വാക്കുകൾ പത്രോസിന്റെ ഹൃദയത്തിൽ തിങ്ങി നിറഞ്ഞു. പത്രോസേ, നീ വീണുപോയി കഴിഞ്ഞുവെന്നും യേശു നിന്നെ കൈവിട്ട് കളയുമെന്നും പിശാച് ഉറപ്പായും തന്റെ കാതിൽ മന്ത്രിച്ചു കാണും. എന്നാൽ ആ നിമിഷത്തിൽ തന്നെ യേശു തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ആ നോട്ടം പരിഹാസത്തിന്റെയോ കുറ്റപ്പെടുത്തലിന്റെയോ ആയിരുന്നില്ല, മറിച്ച് സ്വാന്തനത്തിന്റെ ആയിരുന്നു. പിശാച് പത്രോസിനെ വീഴ്ത്തിക്കളയാതിരിപ്പാൻ പിതാവിനോട് മുൻപേ യേശു അപേക്ഷിച്ചിട്ടുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലിന്റെ നോട്ടമായിരുന്നു. ഉടനെ പത്രോസ് പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. ആ ഏറ്റുപറച്ചിലിന്റെ കരച്ചിൽ സ്വീകരിച്ച ദൈവം പിൻകാലങ്ങളിൽ പത്രോസിനെ ഏറ്റവും അധികമായി ഉപയോഗിച്ചു. നമ്മുടെ ജീവിതത്തിലും അറിഞ്ഞോ അറിയാതെയോ പ്രവൃത്തി കൊണ്ടോ വാക്കുകൾ കൊണ്ടോ ജീവിതം കൊണ്ടോ നാം യേശുവിനെ തള്ളിപ്പറഞ്ഞ് അന്ധകാരത്തിൽ വീഴാറുണ്ട്. അപ്പോഴൊക്കെ പിശാച് നമ്മുടെ ഹൃദയത്തിൽ ഇനി തിരിച്ചുവരവിന് ഒരു സാധ്യതയുമില്ല എന്ന് മന്ത്രിക്കാറുണ്ട്. എന്നാൽ വിശുദ്ധ വചനം പറയുന്നു, മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു ഇന്നും പിതാവിന്റെ വലത്ത് ഭാഗത്തു നിന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. മാനസാന്തരത്തിന്റെ കരച്ചിലുമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ ദീർഘക്ഷമയുള്ള ദൈവം നമ്മെ സ്നേഹത്തോടെ കഴിഞ്ഞ നാളുകളെക്കാൾ അധികമായി ഉപയോഗിക്കും. അതെ, യേശു ക്രിസ്തു പാപികളെ രക്ഷിപ്പാനാണ് ലോകത്തിൽ വന്നത്. ആമേൻ.